സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവസരം നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ തൃശൂർ ജില്ലയിലെ 3ാമത്തെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ വികസന ഫണ്ടിലൂടെ നിർമ്മിച്ച രജിസ്ട്രേഷൻ വർക്കിന്റെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച ഈ ഒരു പുതിയ കെട്ടിടമാണ് ബഹുമാനപ്പെട്ട മന്ത്രി വളരെ മാള സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെട്ടിടവും ഇതിന്റെ തുടക്കവും 1915 ഇതിന്റെ തുടക്കമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മണ്ണവെള്ള പഞ്ചായത്ത്, ഉള്ളൂര് പഞ്ചായത്ത് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനേറെ പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ ഒരവസരത്തില് തൂണിൽ നിർത്തേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വികസന ഫണ്ടിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബോബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, സംഘാടക സമിതി ചെയർമാനും മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TP രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഗീതാ ചന്ദ്രൻ, മാള ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ഉഷ ബാലൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ വളരെ വേഗം രജിസ്ട്രാർ ഓഫീസിനു വേണ്ടി ഇരുനില കെട്ടിടം പണി പൂർത്തിയാക്കിയ കരാറുകാരൻ സുജിത് ചന്ദ്രശേഖരനെ MLA പൊന്നാടണിയിച്ച് ആദരിച്ചു. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ഏലാതി ലേഹ്യം.